നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇതാ ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നു. ക്ലിഫ് ഹൗസിനും രാജ്ഭവനുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിൽ ബോംബ് ഭീഷണി വരുന്നത് വളരെ ഗൗരവകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്ഭവനും അതുപോലെ തന്നെ രാജ്ഭവന്റെ മെയിലിലേക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മെയിലിലേക്കുമാണ് ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഒരു സന്ദേശം വന്നിരിക്കുന്നത്. ഇതുകൂടാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്കും ബോംബ് ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട്. ഈ സന്ദേശം അയച്ചവർ പറയുന്നത് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്, ഇതിൽ പ്രതിഷേധിച്ചാണ് ബോംബ് വയ്ക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ബോംബ് പൊട്ടും എന്ന ഒരു ഭീഷണി കൂടി ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെ കനത്ത പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല രാജ്ഭവനിലും പരിശോധന നടത്തുന്നുണ്ട്. ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഗതാഗത മന്ത്രിയുടെ ഓഫീസിലും അടക്കം വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നൊരു സന്ദേശത്തിലേക്ക് അല്ലെങ്കിൽ എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. ഈ പരിശോധനയിലൊന്നും ബോംബ് കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ സന്ദേശമായിരുന്നു എന്നൊരു നിലപാടിലേക്ക് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ്. തീർച്ചയായിട്ടും ഈ തുടരെയുള്ള ബോംബ് ഭീഷണികൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ട് ഇവിടെയൊക്കെ ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. അന്വേഷണത്തിൽ അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഒരു സൈബർ സൈക്കോയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. അതായത് ഇത്തരത്തിൽ സന്ദേശം നൽകുന്നു, ഈ ഒരു വേവലാതി അല്ലെങ്കിൽ ഇതുമായി ഈ സന്ദേശം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്വേഷണം, പരിശോധന, ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഇതെല്ലാം കണ്ട് മറ്റൊരിടത്തിരുന്ന് ഒരു സൈബർ സൈക്കോ രസിക്കുന്നുണ്ടാകും എന്ന തരത്തിലുള്ള നിഗമനമൊക്കെ നിലവിലുണ്ട്. ആരാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കുന്നത് എന്നതിന് പിന്നിലുള്ള ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഒരു സൈബർ സൈക്കോ ആണ് ഇതിന് പിന്നിലെന്നാണ് ഈ നിലവിലെ നിഗമനം. എന്തായാലും വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമായി തന്നെ ഇത് എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ രാജ്യത്ത് ഒരുപാട് തവണ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. ഇപ്പോൾ കേരളത്തിലും അത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ശക്തമാകുന്നു. പ്രത്യേകിച്ച് ആ മെയിലിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ കേരളം ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ ലഹരി, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്നു, ലഹരിക്കെതിരെ കൈകോർക്കുന്നു, ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു, ലഹരി വേണ്ട അല്ലെങ്കിൽ ലഹരി കടത്തുന്നവരെ അല്ലെങ്കിൽ ലഹരി വിൽപ്പന ചെയ്യുന്നവർ ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ലഹരിക്കെതിരെ ഒരു യുദ്ധം തന്നെയാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത പോരാട്ടം തന്നെയാണ് ലഹരിക്കെതിരെ നമ്മുടെ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലഹരിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ബോംബ് വയ്ക്കുന്നത് എന്നാണ് ഭീഷണി സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ലഹരി കടത്തുകാർ തന്നെയാണോ, ലഹരി കേരളത്തിലേക്ക് ഒഴുക്കുന്നവർ തന്നെയാണോ ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം നൽകുന്നത് എന്ന ചോദ്യവും ഇവിടെ ശക്തമാകുന്നുണ്ട്. എന്തായാലും ആരാണ് ആ സൈബർ സൈക്കോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ സന്ദേശം നൽകി മുൾമുനയിൽ നിർത്തുന്ന ആ വ്യക്തി ആരാണ് അല്ലെങ്കിൽ സംഘം ആരാണ് എന്ന ഒരു അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും രാജ്ഭവനിലും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം വന്നത് ഗൗരവകരമായി തന്നെ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി ഉണ്ടായി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് രാവിലെ 10 മണിക്ക് എയർപോർട്ട് മാനേജറുടെ മെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിമാനത്താവളത്തിൽ ഉടൻ സ്ഫോടനമുണ്ടാകും എന്നായിരുന്നു ഭീഷണി. CISFന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് അടക്കം എയർപോർട്ട് പരിസരത്ത് പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല വിഴിഞ്ഞം, നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം, അത് ഡീകമ്മീഷൻ ചെയ്യാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എത്തുന്നത്. അദ്ദേഹം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ തുടരെ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സുരക്ഷാ കമാൻഡർമാരായ SPGയും രംഗത്തുണ്ട്. കടുത്ത പരിശോധന, അതായത് കനത്ത സുരക്ഷയിൽ തന്നെ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SPGയും രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ടായ ഈ ഒരു ബോംബ് ഭീഷണി വിമാന സർവീസിനെയോ യാത്രക്കാരെയോ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഇമെയിൽ സന്ദേശമൊക്കെ വളരെ ആശങ്ക
ആശങ്കയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബോംബ് ഭീഷണിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം തേടിയാണ് ഇപ്പോൾ പോകുന്നത്. വിവരങ്ങൾ നൽകാൻ മൈക്രോസോഫ്റ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ലോഡ്ജുകളിലും പ്രത്യേക പരിശോധന അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ബോംബ് ഭീഷണിയിൽ കഴിഞ്ഞ ദിവസം 9ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി ഉണ്ടായി. വൈകുന്നേരത്തോടെ സിറ്റി ട്രാഫിക് കൺട്രോളിലേക്കാണ് സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയുണ്ടായി. എന്തായാലും ഇതിന് പിന്നിൽ ആരാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇമെയിൽ ഉണ്ടാക്കിയത് ഡാർക്ക് വെബ് ഉപയോഗിച്ചാണ് എന്ന് കണ്ടെത്തുകയുണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ ഭീഷണി സന്ദേശങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ടാക്കിയത് ഡാർക്ക് വെബ് ഉപയോഗിച്ചാണ്. ഹോട്ട് മെയിലിൽ മെയിൽ വിലാസം ഉണ്ടാക്കിയത് ഡാർക്ക് വെബിൽ നിന്നാണ്. നേരത്തെ തിരുവനന്തപുരം കളക്ട്രേറ്റിലും ബോംബ് ഭീഷണി ഉണ്ടായി. ഇതേ തുടർന്ന് വലിയ പരിശോധന നടത്തിയ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ 2 ആഡംബര ഹോട്ടലുകളിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായി. ശനിയാഴ്ച രാവിലെ 11ഓടെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹിൽട്ടൺ ഹോട്ടലിലും ആക്കുളം പാലത്തിന് സമീപത്തുള്ള ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും വ്യാജ ബോംബ് ഭീഷണികൾ എത്തിയത്. ബോംബ് സ്ക്വാഡ് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഹിൽട്ടൺ ഹോട്ടലിന്റെ മെയിലിലേക്കാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തിയത്. ഹോട്ടൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് സ്ഥലത്ത് പരിശോധിച്ചിരുന്നു. ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടുമെന്നുമായിരുന്നു ആക്കുളത്തെ ഹോട്ടലിൽ വന്ന ഇമെയിൽ സന്ദേശം. വഞ്ചിയൂരിലെ ജില്ലാ കോടതിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും വെള്ളിയാഴ്ച ഇമെയിൽ സന്ദേശം എത്തിയിരുന്നു. എന്തായാലും തുടരെ ഇത്തരത്തിൽ ഈ ഒരു സന്ദേശം എത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ഭയപ്പാട്, ആശങ്ക ഒക്കെ ഉണ്ടാക്കുന്നു. ഈ ബോംബ് കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ ബോംബ് ഇല്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എങ്കിലും ഇത് ഈ ഒരു സന്ദേശം ഉണ്ടാക്കുന്ന ഒരു ആശങ്ക അത് വളരെ വലുത് തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനായി കേരളത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2 ആഴ്ചക്കിടെ തിരുവനന്തപുരത്ത് മാത്രം 12ഓളം തവണയാണ് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം വന്നത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിലും അതുപോലെ തന്നെ രാജ്ഭവനിലും ഗതാഗത വകുപ്പിന്റെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും കൂടി ആയപ്പോൾ അതൊരു 20നോട് അടുക്കാറായി. ശരിക്കും 1ാം ഘട്ടം പൂർത്തിയാക്കി കമ്മീഷനിങ്ങിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരുങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുമ്പോൾ തീർച്ചയായിട്ടും കനത്ത സുരക്ഷ അദ്ദേഹത്തിനും ഒരുക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടായ വിഴിഞ്ഞം തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ചിരുന്നു. അതിനിടയിലാണ് ഈ ബോംബ് ഭീഷണി എത്തുന്നതും അതിന്റെ കേന്ദ്രം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ പോലീസ് പ്രതിസന്ധിയിലാകുന്നതും. അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണികൾ ടെസ്റ്റ് ഡോസ് ആണോ എന്ന ഒരു സംശയം കൂടി പോലീസിന് നിലവിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു സ്വപ്ന പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നം പൂവണിയാൻ പോകാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിഴിഞ്ഞം തുറമുഖം എന്ന ആ വലിയ ഒരു സ്വപ്നം. മാത്രമല്ല ഈ കശ്മീരിലുണ്ടായ ഭീകരാക്രമണമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ വ്യാപകമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും SPG അടക്കം എത്തി വലിയ രീതിയിൽ പരിശോധന നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയാണെന്ന് ഇന്റലിജൻസ് വിഭാഗം കണക്കാക്കുന്നുണ്ട്. പോലീസിലെ ടെക്നിക്കൽ സൈബർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ രൂപവൽക്കരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും കനത്ത പരിശോധന നടക്കുകയാണ്. വ്യാജ ബോംബ് ഭീഷണി തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.